അസ്സലാമലൈക്കും. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. റമദാൻ ഷെരീഫ് സമാഗതമായിട്ടും പിശാചിനെ പിടിച്ചു കെട്ടിയില്ലേ? ഇവിടെ കുത്തും കൊലയും ചൂതാട്ടങ്ങളും വ്യഭിചാരങ്ങളും അക്രമങ്ങളും അനീതികളും ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. പിശാചിനെ കെട്ടിയിട്ടില്ലേ എന്നൊരു ചോദ്യം പല രംഗത്തു നിന്നും പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ അതിന് വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് മറുപടികളാണ് ഇമാമുകൾ നമുക്ക് നൽകുന്നത്. പൂർണ്ണ ചിട്ടകൾ പാലിച്ച് അനുഷ്ഠിക്കുന്ന നോമ്പുകളും ആരാധനകർമ്മങ്ങളും അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യനെ പിശാചിന് ഒരിക്കലും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നോമ്പ് വളരെ വലിയൊരു പരിചയമായിട്ട് പ്രവർത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ തെളിയിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പിശാച് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഭക്തി നിർഭരമല്ലാത്ത നോമ്പും ആരാധന കർമ്മങ്ങളും ഒരു പാഴ്വേല പോലെ അല്ലെങ്കിൽ ഒരു ചടങ്ങ് പോലെ നിർവഹിക്കുന്നവരെ തീർത്തും പിശാചിന് കീഴ്പ്പെടുത്താൻ കഴിയുമത്രേ എന്നാണ് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ പിശാചിന്റെ കാര്യത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: അതിതീവ്രമായ വലിയ വലിയ പിശാചുക്കളെ മാത്രമേ തടവിലിടുന്നുള്ളൂ എന്നും സാധാരണയുള്ള പിശാചുക്കൾ അവർ സ്വതന്ത്രമായി വിരാജിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവകളെയൊക്കെ വകഞ്ഞു മാറ്റി അല്ലെങ്കിൽ അതിജീവിക്കുന്നവർക്കാണ് തഖ്വ കൂടുക എന്നും അങ്ങനെയുള്ള ആളുകളെ കീഴ്പ്പെടുത്താൻ പിശാചിന് കഴിയില്ല എന്നും മറ്റൊരു വ്യാഖ്യാനവും പറയുന്നുണ്ട്. മനുഷ്യന്റെ ദുർനടപ്പും വൈകാരിക ചിന്തകളും സാധാരണ ജീവിതവുമൊക്കെ പിശാചിന് എത്രയും പെട്ടെന്ന് അവനെ സ്വാധീനിക്കാൻ കഴിയുമെന്നും അതിനെതിരെ ഈമാനിൽ ചാലിച്ച വജ്രായുധമെന്ന നോമ്പുകൊണ്ട് ആ പിശാചിനെ കീഴടക്കാനും അവനെ ചെറുതു തോൽപ്പിക്കാനും കഴിയും. അതാണ് വിജയമെന്നും ചില ഇമാമുകൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിച്ച് ഈമാനിന്റെ ശക്തി കൊണ്ട് ഇത്തരം ദുശക്തികളെ കീഴ്പ്പെടുത്തുമ്പോൾ മാത്രമാണ് പിശാച് ചങ്ങലക്ക് ബന്ധിക്കപ്പെടുന്നത്.